അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്രാർത്ഥനയാണ് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, നേരായ വഴിയിലൂടെ ഞങ്ങളെ വഴി നടത്തണേ എന്നത്. നിർബന്ധമായും 17 തവണ നിസ്കാരത്തിലൂടെ നമ്മൾ ഈ പ്രാർത്ഥന സൂറത്തുൽ ഫാത്തിഹയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സിറാത്തുൽ മുസ്തഖീമാണ് സ്വർഗത്തിൻ്റെ പാത എന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രാർത്ഥനയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ നിരന്തരമായി ഉണർത്തിയിരുന്ന ഒരു കാര്യം സിറാത്തുൽ മുസ്തഖീമിൽ അടിയുറച്ചു നിൽക്കുവാനും അതിൽ നിന്ന് തെറ്റിച്ചു കളയുന്ന വിഷയങ്ങളെ ജാഗ്രതയോടെ കാണുവാനുമാണ്. സിറാത്തുൽ മുസ്തഖീം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നൊരു മറുപടി ഇങ്ങനെയാണ്: ആ പാതയുടെ തുടക്കത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ വിട്ടേച്ചു പോയിട്ടുള്ളത്. ആ പാതയുടെ അവസാനമാവട്ടെ സ്വർഗവുമാണ് എന്നാണ്. സ്വർഗത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഏക മാർഗം സിറാത്തുൽ മുസ്തഖീമാണ്. അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ നിന്ന് മനുഷ്യനെ പിഴപ്പിക്കുക, മനുഷ്യനെ തെറ്റിക്കുക, പുറത്താക്കുക എന്ന ലക്ഷ്യമാണ് പിശാചിനുള്ളത്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു അറാഫിൻ്റെ 16-17 വചനങ്ങളിലൂടെ അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യം പിശാചിൻ്റെ ഒരു പ്രതിജ്ഞയെക്കുറിച്ചാണ്. പിശാച് എടുത്ത പ്രതിജ്ഞ ഇങ്ങനെയാണ്: ലഅഖഉദന്ന ലഹു സിറാത്തക്കൽ മുസ്തഖീം. അല്ലാഹുവേ, ഞാൻ അവരുടെ, നിന്റെ അടിമകളുടെ നേരായ പാതയിൽ ഇരിക്കുക തന്നെ ചെയ്യും. സുമ്മല ആതിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം. പിന്നീട് അവരുടെ വലതുഭാഗത്തിലൂടെയും ഇടതുഭാഗത്തിലൂടെയും മുൻപിലൂടെയും പിറകിലൂടെയും ഒക്കെ ഞാൻ അവരെ വഴിപിഴപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. വലാ തജിദു അക്സറഹും ഷാക്കിരീൻ. അധിക പേരും നന്ദി കാണിക്കുന്നവരായി നിനക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല എന്നാണ്. പിശാച് മനുഷ്യനെ നേരായ വഴിയിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടി പ്രതിജ്ഞയെടുത്ത് ഇറങ്ങിയവനാണ്. ഈ ഒരു ബോധ്യം ഒരു വിശ്വാസിക്കുണ്ടാവണം. അതുകൊണ്ട് സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് നമ്മളെ തെറ്റിക്കുന്ന കാര്യങ്ങൾ ഏതാണ് എന്ന് പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. 3 കാര്യങ്ങളെ പണ്ഡിതന്മാർ പ്രത്യേകം എടുത്തു പറഞ്ഞു. നമ്മുടെ നേരായ പാതയിൽ നിന്ന് നമ്മളെ തെറ്റിക്കുന്ന 3 കാര്യങ്ങൾ. അതിലൊന്ന് ഷിർക്കാണ്. അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുക, അള്ളാഹു അല്ലാത്തവരോട് ആരാധനകൾ നിർവഹിക്കുക, ബലിയർപ്പിക്കുക, നേർച്ച വഴിപാടുകൾ ചെയ്യുക, അള്ളാഹു അല്ലാത്തവരെ അവലംബിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നമ്മെ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെറ്റിച്ചു കളയുന്ന ഒരു ഗൗരവപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് വിശ്വാസികൾ ജീവിതത്തിൽ ശിർക്ക് വരുന്നതിനെ സദാ ഭയപ്പെട്ട് ജാഗ്രതയോടെ നോക്കിക്കാണേണ്ടതുണ്ട്. സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് നമ്മളെ തെറ്റിക്കുന്ന രണ്ടാമത്തെ ഒരു കാര്യം ബിദ്അത്തുകളാണ്, പുത്തനാചാരങ്ങളാണ്. സുന്നത്തുകളിൽ ജീവിക്കാനാണ് മുസ്ലിമിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുള്ളത്. പുത്തനാചാരങ്ങളെ സൂക്ഷിക്കുവാനും പുത്തനാചാരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പുത്തനാചാരങ്ങൾ വഴി നമ്മൾ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെറ്റിപ്പോകും. ബിദ്അത്തുകൾ നമ്മളെ നരകത്തിലേക്കാണ് എത്തിക്കുക, വഴികേടിലേക്കാണ് കൊണ്ടെത്തിക്കുക. അതുകൊണ്ട് ബിദ്അത്ത് വരാതിരിക്കാനും സുന്നത്തിനെ പഠിക്കാനും അത് പകർത്താനും ഒരു വിശ്വാസി ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 3ാമത്തെ കാര്യം, സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് നമ്മളെ തെറ്റിക്കുന്ന 3ാമത്തെ കാര്യം തിന്മകളാണ്. തിന്മകൾ അധികരിച്ചാൽ, തെറ്റുകളോട് ലാഘവ മനോഭാവത്തോടു കൂടി സമീപിച്ചാൽ അത് സ്വർഗത്തിൻ്റെ പാതയിൽ നിന്ന് നമ്മളെ തെറ്റിച്ചു കളയും. അതുകൊണ്ട് തന്നെ സ്വഹാബാക്കൾ തിന്മയെ വളരെ ജാഗ്രതയോടെയാണ്, വളരെ ഗൗരവത്തോടെയാണ് കണ്ടത്. തലയിലേക്ക് വലിയ പാറക്കല്ല് വീഴുന്ന ഭയമായിരുന്നു തിന്മയിൽ പെട്ടുപോകുന്നത് അവർക്കുള്ളത്. അതുകൊണ്ട് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും നമ്മെ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെറ്റിക്കുന്ന ഈ 3 കാര്യങ്ങളെ ഗൗരവത്തോടെ നോക്കിക്കാണുക. അള്ളാഹു സുബ്ഹാനഹു വ തആല
നമുക്കെല്ലാവർക്കും യഥാർത്ഥ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിലകൊള്ളാനും സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.